കർത്താവായ ദൈവമേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ വിശ്വാസ സമൂഹത്തെ അങ്ങ് ആശീർവദിക്കണമേ. കണ്ണുനീരോടെയാണ് അവര് വരുന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്നുള്ള അങ്ങയുടെ വിലയേറിയ വാഗ്ദാനം ഈ ആരാധന സമയം എല്ലാവർക്കും അനുഭവവേദ്യമാകാൻ ഇടയാക്കണമേ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരെ കുടുംബം എങ്ങനെ പോറ്റണമെന്ന് അറിയാതെ നട്ടം തിരിയുന്നവരെ മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒരാശയവും കിട്ടാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കുന്നത് ലഭ്യമല്ലാതെ പലതരത്തിലുള്ള വ്യാകുലങ്ങള് അനുഭവിക്കുന്നവരെ അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ഈ ആരാധനയില് അവർക്ക് പുതിയ വെളിച്ചം, പുതിയ വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ജനരാശികളെ ലക്ഷ്യങ്ങളിലേക്ക് അയച്ച നല്ല ദൈവമേ, വഴിയും സത്യവും ജീവനുമായവനെ, എന്റെ മുഖത്ത് നോക്കി നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് അരുളി ചെയ്ത എന്റെ കർത്താവേ, ഈ പ്രാർത്ഥനാ സമൂഹത്തിലെ ആരാധനാ സമൂഹത്തിലെ ആത്മശക്തിയുടെ ധൈര്യത്തിന്റെ അഭിഷേകമായി ഇരുട്ടിനെ നോക്കിക്കൊണ്ട് വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴ് പ്രപഞ്ചത്തിലെ വെളിച്ചം തികഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ പ്രത്യേകിച്ച് ഓരോരോ വിഷയങ്ങളിലെ ഇരുട്ട് മൂടിപ്പോയവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ജീവിത വിഷയങ്ങളിലേക്ക് കാനായിലെ കല്യാണത്തിലെ പോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, ജോലിയില്ല, കടമാണ്, അവർ ശവം പോലെയാണ്, അവർ രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുസന്നിധി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം മാതാവേ, ഉടമ്പടി സ്വരൂപമേ, ഈശോയുടെ ജീവിക്കുന്ന കാരുണ്യ സാന്നിധ്യത്തിലെ ഞങ്ങൾ കൈപ്പോടെ പ്രാർത്ഥിക്കുന്നു, ദൈവമായ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവസ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം യേശുവിന്റെ മാധ്യസ്ഥതയിലെ യേശുവിന്റെ നാമത്തിലെ അടയാളങ്ങള്, വഴികള്, വെളിച്ചങ്ങള് ജീവിതത്തിലെ സംഭവിക്കട്ടെ. ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മുടെ വേകുലങ്ങളെ, വേവലാതികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പല പല കാരണങ്ങളാൽ
നീ ഉപേക്ഷിക്കപ്പെടാം, പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതിപ്പോൾ നമ്മൾ അഷുറൻസ് ചെയ്യണത്, ഇൻഷുർ ആക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഉടനെ വീട്ടിലായി കഴിഞ്ഞപ്പോൾ, ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയുടെ ബാഗിൽ അബുദാബി പള്ളി ചെന്നപ്പോൾ 8 മാസത്തിന് മുമ്പാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അത് കൃപാസനത്തെക്കുറിച്ച് കേട്ടുള്ള കാരണം പിന്നീട് വായിക്കാമെന്നും പറഞ്ഞ് ബാഗിനകത്ത് മേടിച്ച് വെച്ചു. പക്ഷേ ഇവർ അമ്മയും വായിച്ചില്ല, മകനും വായിച്ചില്ല. എന്താ കാര്യം? അത് വായിക്കാതെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. പിന്നെ അതാണ് പ്രശ്നം. ഇത് വായിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആവശ്യം ശമ്പളമുണ്ട്, മാന്യമായ ജീവിതമുണ്ട്, എല്ലാവരും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങളിന്ന് ദൈവത്തെ ആശ്രയിക്കുന്നത്? ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും മറ്റുള്ളവരും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പത്രം 8 മാസത്തിൻ്റെ തിരുന്നിട്ട് പോലും ഇവർ എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ഇപ്പോഴാണ് മകൻ പാകത്തായി കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് തോന്നിയത്, എടാ കൃപാസനത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാതാവ് ചെയ്യുന്നുണ്ടല്ല, മകനെ രക്ഷിക്കാൻ മാതാവിന് പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഈ പത്രം എടുത്ത് കൊടുക്കും. ഇപ്പോൾ അവനും മുള്ളൊക്കെ ഒടിഞ്ഞ് തണ്ടല്ലൊടിഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? തൻ്റെ മെരിറ്റ് ഡാമേജായി. എത്ര മെരിറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടും അത് ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യുക? അവനത് വായിച്ച് അവനുടനെ ഓൺലൈൻ എടുത്ത് ഉടമ്പടി എടുത്ത് അത് വായിച്ച ഉടനെ ജെറമി പറയണത്, എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യമായി. ഞാനീ പത്രം വായിച്ച ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ, ഓൺലൈൻ ഉടമ്പടി ജനങ്ങളെ നിങ്ങൾ ആരും വേദനിക്കരുത്, ഒറ്റക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കൃപാസനം മാതാവ് പറന്ന് സഞ്ചാരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടി അന്റാർട്ടിക്കയിലുള്ളൊരു നെറ്റുണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് അന്ന് കോവിഡ് കാലത്ത് ദൈവം തന്നാണ് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു, അച്ഛാ ഈ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഉടമ്പടി 2018 ഉടമ്പടി എടുത്ത അനുഭവം കിട്ടിയ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഈ നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയുടെ അനുഭവം ഓൺലൈൻ കിട്ടുക? ഞാൻ പറഞ്ഞ്, ഓൺലൈൻ ഉടമ്പടിക്ക് കറക്റ്റ് ഉടമ്പടി ജീവിതമല്ലേ. ഉടമ്പടി ജീവിതം ആര് ജീവിക്കുന്നുവോ അവന് അതിൻ്റെ ഫലം കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് നേർച്ച വസ്തുക്കൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കോവിഡ് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കറക്റ്റായിരുന്നു. എത്രയോ മനുഷ്യരാണ് ഇവിടെ എത്തുന്നതിന് മുമ്പ്, ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇപ്പോൾ ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. ഇപ്പോൾ ആലപ്പുഴത്തെ അവസ്ഥ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും ഇപ്പം തന്നെ ബുക്ക്ഡാണ്. ഫ്ലൈറ്റ് ആ ആഴ്ചത്തെ മുഴുവൻ ഫ്ലൈറ്റും ബുക്ക്ഡാണ്. ഇതാണ് റാലിയുടെ അവസ്ഥ. അപ്പം നിങ്ങൾ ഇന്നു മുതൽ തന്നെ ഇതിനൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണം. അകലെ ഉള്ളവർ ഇനിയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ബുക്ക് ചെയ്തെടുക്കണം. അവശേഷിക്കുന്ന പിന്നെ അമ്പലപ്പുഴ അവരുടെ പോയി താമസിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് റാലിയിലേക്ക് വരുന്നതിന് ഇനി ബാക്കി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ കൂടി ആൾക്കാർ ബുക്ക് ചെയ്യുന്നതായിരിക്കും അവർക്ക് ബുദ്ധി. ഫ്ലൈറ്റും അങ്ങനെ തന്നെയാണ്. കാര്യം എൻ്റെ ചാർജ് ആ സമയത്ത് ബുക്ക് ചെയ്ത ചാർജ് കൂടുതലായിരിക്കും. ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. അപ്പം ഇപ്പം റാലിയെ സംബന്ധിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഓരോ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി ആ മക്കളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ജെറോമി പറയണത്, ഞങ്ങൾ ഉടമ്പടി വെക്കാതിരുന്നൊരു കാര്യമുണ്ട്. അതെങ്ങനെ ഉടമ്പടി വെക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് വെച്ചില്ല. അപ്പോൾ എൻ്റെ കുടുംബം അനുഭവിച്ച വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ മകൾക്ക് ഈ എപ്പോഴും മൂക്കിന് ഒരു രോഗമുണ്ട്. അഡിനോയിഡിൻ്റെ ഒരു സിസ്റ്റാണ്. അതിങ്ങനെ ബൾജ് ചെയ്ത് വരും. എപ്പോഴും ജലദോഷമാണ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ കൊച്ച് എപ്പോഴും ഇങ്ങനെ അസുഖപ്പെട്ടിരിക്കും. പല ചികിത്സകൾ നോക്കിയിട്ട് നടക്കാതിരിക്കുകയായിരുന്നു. ഉടമ്പടി ഞങ്ങളത് വെച്ചിട്ടില്ല. കാര്യം അവർക്ക് അത്രയും ദൈവത്തെക്കുറിച്ച് അറിവില്ലല്ലോ. അപ്പം അവർക്കുള്ള അടിയന്തര പ്രശ്നം എന്താണ്? ജോലി നഷ്ടപ്പെട്ടതല്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ അഡിനോയിഡിൻ്റെ അസുഖം കൊച്ചിന് മാസങ്ങളോ വർഷങ്ങളായിട്ടുള്ളതാണ്. ഡോക്ടർ പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്.
അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എന്നാ പറ്റി, അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണ്, ഉടമ്പടി തൈലമാണ് ഉള്ളത്. അപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഈ അടിനൊഴിന് അവർ വിശ്വാസപ്രമാണം ചൊല്ലി അവർ പെട്ടാൻ തുടങ്ങി. ഈ ജെറോമി എന്ന് പറയാനും വൈഫെന്ന് പറയാനും പക്കായിട്ട് അവർ ഉടമ്പടിയിലോട്ട് കറക്റ്റ്. അതാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതം തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്, അല്ല ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയെന്നല്ല പറഞ്ഞത്. ഉടമ്പടി ജീവിതം കാണുന്നവരെല്ലാം സഹായിച്ചും കർത്താവിനെ അറിയാത്ത അറിയിച്ചും ദൈവത്തിൻ്റെ മക്കളെപ്പോലെ അങ്ങ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉടമ്പടി തൈലം പറ്റിയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഇപ്പം ഐഡിനോട് ഇല്ലല്ല, കുഞ്ഞ് സുഖപ്പെട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചേ, അവരത് ഉടമ്പടി വെച്ചിട്ടില്ല. നിങ്ങൾ ഉടമ്പടി വെച്ചില്ല ദൈവം അങ്ങനെ പറയുമോ? അവർ ഉടമ്പടി വെച്ചിട്ടില്ല അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറയുമോ? അങ്ങനെയല്ല. ദൈവം നമ്മൾ ദൈവ വഴിയിലേക്ക് വരുമ്പോൾ പിന്നെ നീ വെക്കണം വെക്കാത്തതും ദൈവത്തിന് പ്രശ്നമില്ല. നിന്റെ ടോട്ടലായിട്ടാണ് ദൈവം സംരക്ഷിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പിന്നെ ഉടനെ ജെറോമി അടുത്ത അനുഭവങ്ങൾ എന്താ വെച്ചാൽ, ഉടമ്പടി ഇയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയല്ലേ. പണ്ട് ഒരു കൃപാസനം പത്രം കിട്ടിയിട്ട് 8 മാസമായിട്ട് വായിക്കാതിരുന്ന ആൾ ഇപ്പം എന്താണ്, കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങേര് തന്നെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ അനുഭവങ്ങളെ. അപ്പോൾ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം എന്തുമാത്രം മഹത്വപ്പെടുമെന്നറിയാവോ? ആണായാലും പെണ്ണാലും ചെറുപ്പക്കാരെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ വയസ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇരിക്കരുത്. അതാണ് പറഞ്ഞത്, യുവാവേ നീ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ എലഗൻ്റായിട്ടുള്ള പ്രായമാണത്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ടാണ് അത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് യൂത്ത് അത് ചെയ്യേണ്ടത്. കാര്യം ദൈവം ഇരട്ടി മഹത്വപ്പെടും. ദൈവം നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വാരിയെടുത്ത് ഓൺ ചെയ്യും. അപ്പം അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണം. അവർക്ക് വിശ്വാസത്തോടെ ആ വിശ്വാസം പ്രഘോഷിക്കാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണം. അവർക്ക് ദൈവസ്നേഹം നൽകണം. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അപ്പോസ്തലന്മാരായി സുവിശേഷ സാക്ഷികളായി മാറ്റണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ജെറോമി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം ആൾ സത്യസന്ധനാണെന്ന്. പിന്നെന്താ പറയണേ, ഞാൻ ഈ വീട്ടിൽ ഇരുന്നിട്ട് 100 കമ്പനികൾക്ക് IT കമ്പനികൾക്ക് ആപ്ലിക്കേഷൻ വിട്ടു. 100 കമ്പനികൾക്ക്. ആർക്കും എന്നെ വേണ്ട. ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്ന കമ്പനി ഞാൻ വർക്ക് ചെയ്തതായിട്ട് ഹൈ പ്രൊഫൈൽ കാണിച്ചിട്ടും ഒരു മനുഷ്യന് എന്നെ വേണ്ട. അപ്പം ഞാൻ ഓർത്തിൻ്റെ ജീവിതം മൊത്തം ഇരുട്ട് കയറി, ഞാൻ തീർന്നെന്ന് വിചാരിച്ചു. ആരെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും അന്തിമ വാക്ക് കർത്താവിൻ്റെതാണ്. കർത്താവ് തീർന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈവിടൂ ചെറുതി പാടുക. ഞാൻ നിന്നെ ഒരുമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മാതാവിന്റെ സെലക്ഷൻ ഭയങ്കര രസമാണ്. സാജന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ, ഈ ജെറോമി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ കമ്പനിയെ മാതാവിന് അറിയാം. ഇതിൻ്റെ ആദ്യത്തെ അവസാനത്തെ എക്സാം ആയിരിക്കണേ മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിറങ്ങി.
ഇതിന് മുന്നേ കുറേ തവണ എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുമായിരുന്നു. അങ്ങനെ ടെൻഷനൊക്കെ പിടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്ത ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ നടന്നു പോണ വഴിക്കൊക്കെ ഇങ്ങനെ കൊന്ത ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എക്സാമിനെ പറ്റി ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് തിരിച്ച് റൂമിലോട്ട് പോവുക. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു വാസന കിട്ടി, സുഗന്ധം, നല്ലൊരു മണം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ നടന്നു പോകുന്ന ആ വഴിയിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നിൽ ആരെങ്കിലും ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അങ്ങോട്ടേക്ക്, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ്, എനിക്ക് ധൈര്യം തരാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വേറൊരു ദിവസം ഞാൻ ബാംഗ്ലൂരായിരുന്നു ഇത് പഠിച്ച് എക്സാം എഴുതാൻ നിന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ വഴിയിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ഞാൻ ആ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന കടയിലോട്ട് കയറുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തൊരു ചേച്ചിയും കൊച്ചും നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തലയിൽ നിന്ന് വല്ല ആയിരിക്കും വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ അവരുടെ തലയിൽ മുല്ലപ്പൂവിൻ്റെ ഇതൊന്നുമില്ല, പിന്നെ അവിടെ വേറെ എവിടെയും മുല്ലപ്പൂവില്ല. അപ്പം എനിക്ക് മനസ്സിലായി അപ്പോഴും എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കഴിവ് കൊണ്ട് ഞാനിത് പാസ്സാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എഴുതിയ ഇതിനാണെങ്കിൽ ഞാൻ ജയിക്കാനുള്ള ഒരു ഇതും ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മാതാവ് ചെന്ന് എനിക്ക് വേണ്ടി മാർക്ക് ഇട്ടാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുമായിരുന്നു, നിന്നെ ഞാൻ പാസ്സാക്കും എന്ന് ആരോ എൻ്റെ ഉള്ളിലിരുന്ന് നന്നായിട്ട് പറയുമായിരുന്നു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എന്നോട് പലരും ഞാൻ പാടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ അടുത്ത എക്സാം എഴുതാൻ നീ പൈസ ഉണ്ടാക്കിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടോ എൻ്റെ മാതാവ് എന്നെ ജയിപ്പിക്കും, അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് ശരിക്കും മാർച്ച് 2-ാം തീയതി ആയിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് കൃപാസനത്തിൽ ധ്യാനം നടക്കുന്ന ദിവസം തന്നെ ആ ചൊവ്വാഴ്ച തന്നെ എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ റിസൾട്ട് തരണമെന്ന്. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് ഫെബ്രുവരി 28-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഫെബ്രുവരി 28-ാം തീയതി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ റിസൾട്ട് വന്നു. എന്നാൽ ഞാൻ റിസൾട്ട് തുറന്നു നോക്കിയില്ല. അടുത്തുള്ളൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ധ്യാനം കൂടി ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി 2:30 ആയപ്പോഴാണ് ഞാൻ എൻ്റെ റിസൾട്ട് തുറന്നു നോക്കിയത്. റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് തന്നെ എനിക്ക് തന്ന മാർക്കാണ്. എൻ്റെ മാതാവ് എന്നെ അയർലൻഡ് സ്കോർ തന്നെ എന്നെ അനുഗ്രഹിച്ച് എന്നെ പാസ്സാക്കി. ഞാൻ സത്യമായിട്ടും പറയുകയാണ്, എനിക്ക് പാസ്സാവാനുള്ള ഒരു കഴിവുമില്ല, എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കിയതാണ്. അതുപോലെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ റൈറ്റിങ്ങിൻ്റെ കാര്യം ഓർത്തിട്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് മൊഡ്യൂളിന് തന്നെ എൻ്റെ മാതാവ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ എന്നെ പാസ്സാക്കി. എനിക്ക് OET പാസ്സായത് എൻ്റെ മാതാവിൻ്റെ ഒറ്റ മാതാവിൻ്റെ ഈശോൻ്റെ കൃപയാൽ മാത്രമാണ് ഞാൻ OET പാസ്സായത്. അതുപോലെ വേറൊരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനിയത്തിയുടെ എക്സാം ആയിരുന്നു കഴിഞ്ഞ മാസം ഫെബ്രുവരി 22-ാം തീയതി. അപ്പോൾ 21-ാം തീയതി വൈകുന്നേരമാണ് അവർക്ക് ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവളുടെ ഫീസ് അവളെ ചേർത്ത ഏജൻറ്റ് വഴിയാണ് ഞങ്ങൾ അടയ്ക്കാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെ അടയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എക്സാമിൻ്റെ തലേദിവസം ഇവൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫീസ് അടച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നു എന്നും പറഞ്ഞ് അവൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയായി. അപ്പം ഞാൻ വേഗം മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു, മാതാവ് ഇതിൽ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് അവൾക്ക് ഹോൾ ടിക്കറ്റ് കൊടുക്കണം. കാരണം നാളെ അവൾക്ക് എക്സാം, അവൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക, കരയുക, അവൾക്ക് മര്യാദയ്ക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം, ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു പ്രൂഫ് കിട്ടി, അയാൾ ഫീസ് അടച്ചതിൻ്റെ. അത്രയും നേരം എന്ന് പറഞ്ഞാൽ അയാൾ പറയും അയാൾ ഫീസ് അടച്ചു, കോളേജുകാർ പറയുന്നു അയാൾ ഫീസ് അടച്ചിട്ടില്ല, അങ്ങനെ ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രൂഫ് ഞാൻ വേഗം അവൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കോളേജുകാരെ കാണിക്കുക, അവർ നിനക്ക് ഹോൾ ടിക്കറ്റ് തരുമെന്ന്. എൻ്റെ മാതാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പ്രശ്നം മനസ്സിലായത് കോളേജുകാരെന്തോ വെരിഫൈ ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ എൻ്റെ അനിയത്തി ഹോൾ ടിക്കറ്റ് കിട്ടി. അവിടെ ഹോൾ ടിക്കറ്റ് കിട്ടാത്ത വേറെയും പിള്ളേരുണ്ടായിരുന്നു. പിന്നെ വേറൊരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നതെന്ന് വെച്ചാൽ, എനിക്ക് പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ വരും, ജലദോഷമൊക്കെ പോലെ വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി മാതാവിൻ്റെ തൈലം എടുത്തു, തൈലം തേച്ചു, ഉപ്പ് എടുത്ത് കഴിച്ചു, തേനും കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. അതും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അസുഖം മാറ്റി തന്നാണ്.
പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് ക്ഷമിക്കാനൊക്കെ ഇച്ചിരി കഴിവ് കുറവായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ മാതാവ് എനിക്ക് ആ ഒരു കൃപയൊക്കെ തന്നു. എനിക്കിപ്പോൾ ദേഷ്യം വരുന്നത് പൊതുവെ കുറവാണ്. ഇനിയിപ്പോൾ ദേഷ്യം വന്നാൽ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ ഇരുന്ന് പറയും, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്തത് തെറ്റായിപ്പോയി, അവരോട് സോറി പറയണം എന്നൊരു ബോധ്യം എനിക്ക് കൊണ്ടുതരും. അതുപോലെ തന്നെയാണ് ക്ഷമിക്കാനും. ഞാൻ ഒത്തിരി നാളായിട്ട് എൻ്റെ മനസ്സിൽ ഒരാളോട് ഞാൻ ഇങ്ങനെ വെറുപ്പ് പോലെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് ഇടപെട്ട് അതെനിക്ക് ക്ഷമിക്കാനും ആ ആളുമായിട്ട് ഇപ്പം നല്ല ഇതിൽ പോകാനും ഉള്ളൊരു കൃപ എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് തന്നു. അതിന് 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ ബിന്ദു സജി, പത്തനംതിട്ട ജില്ല കോന്നിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2022 ഏപ്രിൽ 5-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ 50 വർഷത്തിൽ മേലോളം വഴിയില്ലായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും വീടുകളിൻ്റെ മുറ്റത്തൂടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തെങ്കിലും ഞാനതെൻ്റെ നിയോഗത്തിൽ വെക്കുകയോ ഒന്നും ചെയ്തില്ല. അമ്മയുടെ അടുക്കെ പ്രാർത്ഥിച്ചു പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പലരോടും പലവട്ടം ചോദിച്ചിരുന്നു അവരോടൊക്കെ ഞങ്ങൾക്ക് വഴി തരുമോ എന്ന്. അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് വസ്തു കുറവാണ്, അവർ തരത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വഴി തരാം, പൈസ തന്നാൽ മതി, വഴി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും കൂടി ഞങ്ങൾ അവരോട് വഴി മേടിക്കുകയും ഞങ്ങൾക്കിപ്പോൾ 8.5 അടി വീതിയിൽ ഞങ്ങൾക്ക് നല്ല വഴി കിട്ടുകയും ചെയ്തു. എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വഴിയുടെ കാര്യങ്ങളെല്ലാം ആദ്യമൊക്കെ കുറേയൊക്കെ തടസ്സങ്ങൾ വന്നെങ്കിലും പിന്നീട് പെട്ടെന്ന് ആ വഴിയുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുകയും എല്ലാം അതിൻ്റെ പേപ്പറുകളെല്ലാം ശരിയാവുകയും എല്ലാം ചെയ്തു. എല്ലാം അങ്ങനെ മുൻപോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ളത്, എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ പോണക്ക് വരും. ആ ഭാഗത്തായിട്ട് ഒരു മുഴ പോണക്ക് വരുമായിരുന്നു. 7-8 വർഷത്തിന് മേളിലായി ഹോസ്പിറ്റലുകളിലെല്ലാം പോയി യൂറോളജിസ്റ്റിനെ കാണിച്ചു, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അവർ പറഞ്ഞു അതൊരു മുഴയാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താൽ ആ മൂത്രം സഞ്ചിക്കാണെങ്കിൽ വിള്ളൽ പോണക്ക് വീഴും, യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കും. ചെറുപ്പമല്ലേ, യൂറിൻ ബാഗും കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യേണ്ട, മെഡിസിൻ കഴിച്ചാൽ മതി. അതിങ്ങനെ കഴിച്ചണമെങ്കിൽ എനിക്ക് വർഷാവർഷം അത് വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മെഡിസിൻ പിന്നെ നിർത്തി. അത് കഴിഞ്ഞപ്പം പിന്നെ അത് മാസാമാസമായി എനിക്ക് അതിഭയങ്കര വേദനയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. ഞാൻ ഇവിടെ അതിങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു കാര്യം ചെയ്യുക, അതിനും അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആൻറ്റിബയോട്ടിക് കഴിക്കുക, എന്നിട്ട് തന്നെത്താനെ അത് പൊട്ടിച്ചു വിടുക. അത് പോകുന്നിടം വരെ എൻ്റെ ജീവൻ പോകുന്ന വേദന ഞാൻ കിടന്ന് വലിയവായിലെ വിളിച്ചു കൂവിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ. ഞാൻ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിയോഗത്തിൽ ഞാൻ വെച്ചില്ല, ഞാൻ അമ്മയുടെ അടുക്ക പ്രാർത്ഥിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്കിത് അതിഭയങ്കര വേദനയായിരുന്നു. ഞാനിവിടെ വന്ന ഉടനെ ഞാനിവിടുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിനി ഈ ഒരു വേദന സഹിക്കാൻ വയ്യ, അമ്മ എനിക്കിവിടുന്ന് വിടുതൽ തരണമെന്ന് പറഞ്ഞു. അമ്മ അവിടുന്ന് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞു. അത് പെട്ടെന്ന് അതങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്തു. എനിക്ക് പിന്നീട് അങ്ങനെ അതിഭയങ്കര വേദനയായിട്ട് എനിക്ക് അത് വന്നിട്ടില്ല. പിന്നെ ഞാനൊരു മെഡിസിൻ കഴിക്കുകയോ എടുക്കുകയോ ഒന്നുമേ ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു ഡോക്ടറെ കാണാനോ ഒന്നും പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ വന്ന ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴാണ് അതിപ്പോൾ ഏപ്രിൽ 5-ാം തീയതി ഞാൻ ആദ്യത്തെ ഉടമ്പടി അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു വർഷമായില്ല, 7-8 മാസത്തെ മേളിലായി. അതിപ്പോൾ എനിക്ക് അങ്ങനെ വരുന്നില്ല. മറ്റേന്ന് വെച്ചാൽ എല്ലാ മാസവും വരുമായിരുന്നു, അതിഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ എനിക്കതങ്ങനെ വരുന്നില്ല. പിന്നെ ഞാൻ 3ാമത് വെച്ച് എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് അവൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞു. കൊറോണയുടെ സീസണായിരുന്നു. അവനെങ്ങും ജോലിയൊന്നും ആയില്ല. അവൻ പോയി പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പോയെങ്കിലും അവന് വലിയ പ്രയോജനമൊന്നും പറ്റിയില്ല, പഠിക്കാനൊന്നും അധികം പറ്റിയില്ല. അവൻ എന്നിട്ട് ഇവിടെ വന്ന് കോട്ടയത്തൊരു ഹോട്ടലിൽ കയറി. അവിടെ ആണെങ്കിൽ അവരത് പെട്ടെന്ന് അടച്ചു പൂട്ടുകയും ചെയ്തു.
അവർക്കത് പ്രയോജനമില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ 1 വർഷത്തോളം വീട്ടിലിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആങ്ങളയുടെ മോള് പറഞ്ഞത്, മാമി ഒരു കാര്യം ചെയ്യ്, കൃപാസനത്തിലൊന്ന് പോ, അവിടെ ചെന്ന് മാമി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അച്ചാച്ചന് വേണ്ടി എന്ന് പറഞ്ഞു.